അയർലൻഡുമായിട്ടുള്ള T20 മത്സരത്തിൽ നാണംകെട്ട തോൽവിക്ക് ശേഷം ഇന്ത്യ രണ്ടാമത്തെ T20ക്കായിട്ട് നാളെ ഇറങ്ങണ്ട. അവസാനത്തെ മത്സരത്തിൽ ജയിച്ച് നാണക്കേട് ഒഴിവാക്കാനും പരമ്പര പങ്കിടാനാണ് ഇന്ത്യയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മത്സരത്തിൽ കയറ്റിയിരുത്തിയ സൂര്യവംശിയെ പ്ലേയിങ് 11 കൊണ്ടുവരാനാണ് ഇന്ത്യയുടെ പ്ലാൻ. അങ്ങനെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലെയർ എന്തായാലും കയറിയിരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. അതുമാത്രമല്ല ബൗളിങ്ങിലും ചെറിയ ചേഞ്ചസ് കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട് അയർലൻഡുമായിട്ട് ഇന്ത്യ ആദ്യമായിട്ടാണ് ഒരു മത്സരത്തിൽ തോൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ ജയിച്ചിട്ട് ഈ ഒരു പരമ്പര പങ്കിട്ടില്ല എന്നുണ്ടെങ്കിൽ, പരമ്പര കൂടി നഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അയർലൻഡുമായിട്ട് ആദ്യമായിട്ടായിരിക്കും ഒരു പരമ്പര തോൽക്കാനായിട്ട് പോകുന്നതും. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ ഒരു നാണക്കേട് എങ്ങനെയെങ്കിലും ഒഴിവാക്കുക എന്ന് മാത്രമാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ ഒരു ഫോർമാറ്റിൽ സൂര്യവംശി ടീമിലേക്ക് വരുന്നതോടുകൂടിയിട്ട് തന്നെ ഈ ഒരു സ്ക്വാഡിൽ വലിയ ചേഞ്ചസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഭിഷേക് ശർമ്മയും സൂര്യവംശിയും കൂടിയിട്ടായിരിക്കും ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത്. അത് സംഭവിക്കുന്നതോടുകൂടിയിട്ട് ലോകത്തിലെ ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു ഓപ്പണിംഗ് കൂടിയാവും ഇത്. വൺ ഡൗൺ ആയിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നത് സഞ്ജു സാംസൺ ആണ് സഞ്ജു സാംസൺ എന്തായാലും ഒരുപാട് മത്സരങ്ങളിൽ രാജസ്ഥാൻ റോയൽസിൽ ആ ഒരു പൊസിഷനിൽ ഇറങ്ങിയതുകൊണ്ട് തന്നെ സഞ്ജുവിന് അത് വലിയ ബുദ്ധിമുട്ടായി തോന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നാലാമതായിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നത് ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള ശ്രേയസ് അയ്യരാണ് ശ്രേയസ് അയ്യറിൻ്റെ സ്ഥിരം പൊസിഷൻ അതായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു പൊസിഷനിൽ വളരെ മികവായിട്ട് കളിക്കാനായിട്ട് പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 5ഉം 6ഉം 7ഉം പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് ഇഷാൻ കിഷാനും തിലക് വർമ്മയും ശിവൻ ദുബെ ആയിരിക്കും കളിക്കാനായിട്ട് പോകുന്നത്. ഇഷാൻ കിഷാൻ ജാർഖണ്ഡിൽ കളിക്കുന്ന സമയത്ത് ഈ ഒരു 5ഉം 6ഉം പൊസിഷനിൽ കളിച്ചിട്ടായിരുന്നു നല്ല ബാറ്റിംഗ് മികവ് കാണിച്ചുകൊണ്ടിരുന്നത്. തിലക് വർമ്മയ്ക്കായിരിക്കും ഈ ഒരു പൊസിഷൻ കുറച്ചുകൂടി പുതുമയാകുക. എന്നിരുന്നാൽ തന്നെ ഈ അവസാനം കഴിഞ്ഞ കുറേ മത്സരങ്ങളിൽ അദ്ദേഹം ഈ ഒരു പൊസിഷനിൽ വന്നിട്ട് വളരെ നിർണായകമായ മത്സരങ്ങൾ കളിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു പൊസിഷനിലും അത്യാവശ്യം നല്ല മികവ് കാണിക്കുമെന്ന് വേണമെങ്കിൽ വിചാരിക്കാം. പിന്നെ ശിവൻ ദുബെയെ സംബന്ധിച്ചിടത്തോളം ഒരു ഓൾറൗണ്ടർ ബാറ്റ്സ്മാൻ കൂടിയായിട്ടുള്ള അദ്ദേഹം ഈ ഒരു പൊസിഷനിൽ ഒരുപാട് കളിച്ചതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഈ ഒരു പ്ലെയേഴ്സിനെ ഇങ്ങനൊരു ഇൻപ്ലേസ് ചെയ്യുന്നത് വളരെ ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല പിന്നെ അങ്ങോട്ട് ബോളിംഗ് സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് നിലവിലുള്ള ബോളിംഗ് നിരയെ മാറ്റാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്നിരുന്നാൽ തന്നെ ഏതെങ്കിലും ഒരു സ്പിന്നേഴ്സിനെ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു ഘട്ടം വരുന്ന സമയത്ത് പ്രസിദ്ധ് കൃഷ്ണനെ ഒഴിവാക്കാനുള്ളൊരു ചാൻസാണ് കാണുന്നത്. പ്രസിദ്ധ് കൃഷ്ണ എന്നത്തെയും പോലെ തന്നെ തല്ലുകൊള്ളിയായി മാറുന്നൊരു കാഴ്ചയാണ് സ്ഥിരം കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഈ ഒരു ടീമിൽ ഉൾപ്പെടുത്തിയതിനും അതേപോലെ തന്നെ പ്ലേയിങ് 11 കൊണ്ടുവന്നതിനൊക്കെ ഒരുപാട് വിമർശനങ്ങളാണ് മുൻ താരങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്.